ആ കന്യാസ്ത്രീയുടെ കത്തിൽ നിറയെ പ്രണയമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഈ കന്യാസ്ത്രീ പുനത്തിലിനെ കണ്ടിട്ടില്ല. ഒരു സ്റ്റേജിൽ വെച്ച് മുന്നിൽ സ്ത്രീകൾ കാണുമ്പോൾ പുനത്തിൽ അസ്വസ്ഥനാവുകയും ഈ സ്ത്രീകളൊക്കെ എന്തിനാണ് ഈ സദസ്സിന് മുന്നിൽ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പുനത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയോട് ഒന്ന് എന്നെ കാണാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം നിശബ്ദനായിരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ പർദ്ദയിടുന്ന സ്ത്രീകളെ കാണുമ്പോൾ അസ്വസ്ഥനാവും. മരിച്ചാൽ ആത്മാവ് എങ്ങോട്ട് പോകുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. മുസ്ലിം മതത്തിൽ ജനിച്ച ഒരു മലയാളിയാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. വളരെയധികം അസ്വസ്ഥനാവുന്നൊരു പുനത്തിലാണ്. എല്ലാ മടക്കയാത്രകളും കുടുംബത്തിലേക്കാണ് എന്ന് പറയുന്ന ഒരു പുനത്തിലിനെയാണ് അവസാനം ഞാൻ കാണുന്നത്. പുനത്തിലിൻ്റെ അരികിൽ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നു. പുനത്തിലിനെ അറിയുന്നൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ വലിയ സങ്കടത്തോടു കൂടിയാണ് വന്നത്. എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ്റെ കാമുകി പിന്നെ ഇയാൾ ഉപേക്ഷിച്ചു. വലിയ ആ സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഈ പെൺകുട്ടിയോട് ഇയാൾക്ക് വലിയ സ്നേഹമാണ് ഈ ചെറുപ്പക്കാരന്. ആ പ്രണയം തിരിച്ചു കൊണ്ടുവരണം. അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു അതിനുള്ള വാക്കുകൾ, അതിനുള്ള ടിപ്സ് അങ്ങനെ പറയാലോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പുനത്തിൽ ചോദിച്ചു, നിങ്ങൾ ഈ കാമുകിയെ കാണാൻ പോകുമ്പോഴെല്ലാം നിങ്ങളിപ്പോൾ അടിച്ച് ഈ പെർഫ്യൂം തന്നെയാണോ അടിക്കാറുള്ളത്? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഈ അടുത്ത കാലത്ത് ആണ് ഈ ഒരു പെർഫ്യൂം, ഭയങ്കര രൂക്ഷമായ മണമുള്ളൊരു പെർഫ്യൂമായിരുന്നു അത്. അയാൾ വളരെ നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത്. അവളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ അവളുടെ അരികിലേക്ക് ഇങ്ങനെയുള്ള പെർഫ്യൂമൊക്കെ അടിച്ച് പോകുന്നത്. പറഞ്ഞു, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവൾ പിന്നെ നിങ്ങളെ ഉപേക്ഷിച്ചത്. നിങ്ങളിനി അവളുടെ അരികിൽ പോകുമ്പോൾ ഈ ഒരു പെർഫ്യൂം അടിക്കാതെ പോയാൽ നിങ്ങളോടുള്ള അവളുടെ പഴയ മുഹബത്ത്, ഇഷ്ടം തിരിച്ചു കെട്ടും. വടകരയിലെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ക്ലിനിക്കിലിരിക്കുമ്പോൾ പുനത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എന്നുള്ള നിലയിലുള്ള അനുഭവം. അതിലേറ്റവും രസമുള്ളൊരു അനുഭവമുണ്ട്. ഒരു മുസ്ലിം വൃദ്ധൻ അദ്ദേഹത്തിൻ്റെ അരികിൽ എപ്പോഴും വരും. അദ്ദേഹം മിക്കവാറും വരുന്നത് തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ബീഫിൻ്റെ ഈ കൊട്ട് കുടുങ്ങിയിട്ടായിരിക്കും. പുനത്തിൽ അത് എടുത്തു കൊടുക്കും. എന്നിട്ട് ഒരു ദിവസം പുനത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയോട് ഒന്ന് എന്നെ കാണാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഭാര്യ വന്നു. വളരെ മെലിഞ്ഞ് ഭയങ്കര ദുഃഖിതയായ ഒരു സ്ത്രീ, ഏതാണ്ട് ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. അപ്പോൾ പുനത്തിൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിന് എപ്പോഴും ഈ മുള്ളും കൊട്ടും മാത്രം കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അയാൾ എന്നോട് അത്രമാത്രം ജീവിതത്തിൽ പിന്നെ എനിക്ക് അയാൾ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. കറിയിൽ മുള്ളിട്ട് കൊടുക്കുക, കൊട്ടിട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും അയാളോട്, എൻ്റെ ഭർത്താവിനോട് എനിക്ക് പിന്നെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പിന്നെ പുനത്തിൽ അയാൾ വീണ്ടും മറ്റൊരു ദിവസം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുറേ കൂടി സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ഭാര്യയോട് പിന്നെ പെരുമാറണം, എന്നാൽ നിങ്ങളുടെ ഈ കൊട്ടും മുള്ളും ശല്യം ഒഴിവാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കറിയാം ഡോക്ടർ, ആ ഹിമാർ ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. എന്നെ അവൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ പീഡിപ്പിക്കുന്നത് എന്നുള്ള നിലയിൽ ഈ ഇത് പറയുന്നുണ്ട്. ഒരു ദിവസം പുനത്തിലിൻ്റെ അരികിലേക്ക് ഒരു യൂനാനി വൈദ്യം വരുന്നു. അസഹ്യമായ വേദനയായിട്ടാണ് അയാൾ വരുന്നത്. ശരിക്കും അയാൾക്ക് പിന്നെ നമ്മൾ ഇന്ന് പറയുന്ന പോലെയുള്ള പൈൽസ് പോലെയുള്ള എന്തോ ഒരു രോഗമാണ്. ഈ വൈദ്യം വന്നിട്ട് പുനത്തിലിനോട് പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. അപ്പോൾ പുനത്തിൽ എന്തോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ഇയാളുടെ വേദന പെട്ടെന്ന് അടങ്ങി. അപ്പോൾ തന്നെ പുനത്തിലിന് അദ്ദേഹത്തിൻ്റെ വിരലിലുള്ള ഒരു മോതിരം ഊരി കൊടുത്തുകൊണ്ട് പറഞ്ഞു, വേദനയ്ക്ക് പരിഹാരം ഉണ്ടാക്കുന്നവനാണ് പിന്നെ ഒരു നല്ല ഡോക്ടർ. ഞാൻ ഭയങ്കരമായിട്ട് വേദനിച്ചിട്ടാണ് നിങ്ങളുടെ അരികിലേക്ക് വന്നത്. വേദന എടുത്തു മാറ്റുന്നവനാണ്
നല്ലൊരു ഡോക്ടറെന്ന് പുനത്തിലിനോട് പറയുന്നു. ഒരു ഡോക്ടർ എന്ന നിലയിൽ വളരെ വിദഗ്ധനായ ഡോക്ടറായിരുന്നു പുനത്തിൽ. പ്രത്യേകിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് മാനസികമായി ഒരു സാന്ത്വനം കൊടുക്കുന്ന ഒരു ഡോക്ടറായിരുന്നു പുനത്തിൽ. പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാം കുടുംബജീവിതത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ പുനത്തിന് സാധിക്കുമായിരുന്നു. അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത് എന്നുള്ള നിലയിൽ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു പുനത്തിൽ. പുനത്തിലിൻ്റെ ബദൽ ജീവിതം എഴുതുന്ന കാലത്ത് പുനത്തിൽ ഒരുപാട് കത്തുകൾ എന്നെ കാണിക്കുകയുണ്ടായി. ഒരു കാലഘട്ടത്തിൽ പുനത്തിലിൻ്റെ കാമുകിമാർ എന്ന് പറയുന്നവർ, പുനത്തിലിൻ്റെ ആരാധികമാർ ഒക്കെ എഴുതിയ കത്തുകളായിരുന്നു. അവരുടെ കൈപ്പടയിൽ തന്നെയുള്ള കത്തുകൾ ഒരിക്കൽ എൻ്റെ മുന്നിൽ വെച്ചിട്ട് പുനത്തിലിത് വായിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട് 2 ദിവസങ്ങൾ താമസിച്ച് ഓരോ കത്തും ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോഴും നേരത്തെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണത്ര നിറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ദുഃഖം തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഈ കത്തുകളിൽ എവിടെയും ഒരു പ്രണയം തോന്നില്ലല്ലോ? പുനത്തിലെന്ന വ്യക്തിയോടോ അല്ലെങ്കിൽ എഴുത്തുകാരനോടുള്ള ഒരു പ്രണയമല്ല, പുനത്തിലിനോടുള്ള ഒരുപാട് ആവശ്യങ്ങളാണ്. എനിക്ക് അത് ചെയ്തു തരുമോ, എനിക്ക് ഇത് ചെയ്തു തരുമോ, അവിടെ ഒരു ജോലിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും കത്തുകൾ എഴുതിയിട്ടുള്ളത്. പക്ഷെ പുനത്തിൽ ഈ കത്തുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിലൊന്നും തന്നെ ഒരു പ്രണയം അനുഭവപ്പെടുത്തുന്ന കത്തുകൾ ഉണ്ടായിരുന്നില്ല. 1 or 2 കത്തുകൾ മാത്രമായിരുന്നു ഉണ്ടായത്. അതിൽ ഭയങ്കരമായിട്ട് പ്രണയം അനുഭവപ്പെടുത്തുന്ന ഒരു കത്ത് എഴുതിയത് ഒരു കന്യാസ്ത്രീയായിരുന്നു. ആ കന്യാസ്ത്രീയുടെ കത്തിൽ നിറയെ പ്രണയമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഈ കന്യാസ്ത്രീ പുനത്തിലിനെ കണ്ടിട്ടില്ല. പുനത്തിലിന് എഴുതിയ ആ കത്തുകളിൽ ഈ മഠത്തിൻ്റെ പേരുണ്ട്, കന്യാസ്ത്രീയുടെ പേരുണ്ട്. വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ എഴുതിയ കത്തുകളായിരുന്നു. അതിൽ നിറയെ പ്രണയമായിരുന്നു പുനത്തിലിനോട്. പക്ഷേ പുനത്തിൽ ഒരിക്കലും, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ കന്യാസ്ത്രീയെ കാണാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കന്യാസ്ത്രീയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. പുനത്തിലിനോട് പിന്നീട് ഞാൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ്? അപ്പോൾ പുനത്തിൽ അതിന് പ്രത്യേകിച്ചൊരു മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ ബൈബിളിലെ ഒരുപാട് കോട്ട്സ് ഉണ്ടാവും, ഒരുപാട് ഉദ്ധരണികളൊക്കെ ആയിട്ട് അതിമനോഹരമായ കത്തുകളായിരുന്നു അത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പുനത്തിൽ ആ കന്യാസ്ത്രീയോട് വളരെ അങ്ങേയറ്റം ആർദ്രമായ വിശുദ്ധമായ ഒരു സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു. ഒരിക്കൽ പോലും അവരെ കാണാനോ അവരെ ആ കാലഘട്ടത്തിൽ കാണാൻ, സംസാരിക്കാൻ ഒക്കെയുള്ള അവസരങ്ങൾ പുനത്തിലിന് കിട്ടുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഈ കന്യാസ്ത്രീയെ പുനത്തിൽ കണ്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. പലപ്പോഴും പുനത്തിൽ സ്ത്രീകളെ വിലയിരുത്തുന്നതിൽ ചില സന്ദർഭങ്ങളിൽ പരാജയപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, സ്ത്രീകളെ മനസ്സിലാക്കുന്നതിൽ. പക്ഷെ പുനത്തിലൊരു സ്ത്രീപക്ഷവാദിയാണെങ്കിൽ പോലും സ്ത്രീകളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നും ചില സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും പറയും, ഒരു നന്നായി പാചകം ചെയ്യുന്ന ഒരു പുരുഷന് അവരുടെ ജീവിതത്തിൽ സ്ത്രീ അധികാരം കൈയാളില്ല എന്ന് പറയുന്നുണ്ട്. സ്ത്രീ അധികാരം കൈയാളുന്ന ഒരേ ഒരു സംഭവം, അവർക്ക് പാചകം അറിയാം. നിങ്ങൾ നന്നായി ചായ വെക്കാൻ അറിയുന്ന ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ത്രീയോട് ജീവിതത്തിൽ വിധേയത്വമില്ലാതെ സംസാരിക്കാൻ കഴിയുമെന്ന് പുനത്തിൽ പറയുന്നുണ്ട്. ഇദ്ദേഹം ആ നിലയിൽ നന്നായി പാചകം ചെയ്യാൻ കഴിയുന്ന ഒരാളായതുകൊണ്ടാണ് പുനത്തിലത് പറയുന്നത്. ഒരു സ്റ്റേജിൽ വെച്ച് മുന്നിൽ സ്ത്രീകൾ കാണുമ്പോൾ പുനത്തിൽ അസ്വസ്ഥനാവുകയും ഈ സ്ത്രീകളൊക്കെ എന്തിനാണ് ഈ സദസ്സിന് മുന്നിൽ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ സ്റ്റേജിൽ നിന്ന് പുനത്തിലിനെ സംഘാടകർ ഇറക്കി കൊണ്ടുപോകുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് സ്റ്റേജിൽ വരുന്ന പുനത്തിൽ വളരെയധികം അസ്വസ്ഥനാവുന്നൊരു പുനത്തിലാണ്. മറ്റൊരാളുടെ പ്രസംഗം കുറച്ചൊന്ന് നീണ്ടുപോയാൽ പെട്ടെന്ന് പുനത്തിൽ അതിൽ ഇടപെടുകയും നിങ്ങൾ പ്രസംഗം ഇപ്പോൾ നിർത്തണം എന്ന് പറയുകയൊക്കെ ചെയ്യായിരുന്നു. കണ്ണൂരിലൊരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഒരു ചിത്രകാരൻ വളരെ മനോഹരമായിട്ട് സ്മാരകശിലകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുനത്തിൽ കുഞ്ഞബ്ദുള്ള ആ വേദിയിലിരിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധേയനായ
ഏറ്റവും അറിയപ്പെടുന്നൊരു ചിത്രകാരനാണ്. അദ്ദേഹം പുനത്തിലിനോടുള്ള സ്നേഹം, ആ പുസ്തകത്തോടുള്ള സ്നേഹമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിങ്ങനെ വരുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷിക്കാതെ പുനത്തിൽ നിങ്ങളിപ്പോൾ പ്രസംഗം നിർത്തണമെന്ന് പറഞ്ഞു. സദസ്സും ഈ ചിത്രകാരനും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി. അദ്ദേഹം, ആ ചിത്രകാരൻ അപ്പോൾ തന്നെ പ്രതിഷേധിച്ച് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതൊരു എൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരനുഭവമാണത്. കാരണം അദ്ദേഹം, ആ ചിത്രകാരൻ മനോഹരമായിട്ടാണ് സംസാരിച്ചത്. പുനത്തിലിനെ കുറിച്ച് മാത്രമല്ല, ആ കൃതിയെക്കുറിച്ചും നന്നായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണെങ്കിൽ അത്ര നീണ്ടുപോയിട്ടുമില്ല. പക്ഷെ പുനത്തിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അസ്വസ്ഥനായിട്ട് നിങ്ങളിപ്പോൾ ഈ പ്രസംഗം നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മതജീവിതം നയിക്കുന്ന ഒരു പുനത്തിലിനെ ഞാൻ ആ രീതിയിൽ കണ്ടിട്ടില്ല. നിസ്കരിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്ന, വല്ലപ്പോഴും ഇങ്ങനെ ദിക്റിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കും. ദൈവസ്മരണ എപ്പോഴും ഉണ്ടാകണമെന്ന് പറയും. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറയുന്നുണ്ട്, പിന്നെ ദൈവസ്മരണ ഉണ്ടായാൽ മതി, അത് മാത്രം മതി എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തെ അവസാന കാലത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു അവസാന കാലമാകുമ്പോൾ അദ്ദേഹത്തെ ഞാൻ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം നിശബ്ദനായിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിക്ക് എന്താണ് പിന്നെ പെട്ടെന്ന് സംസാരം നിർത്തിയേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുന്നില്ലേ. ഈ ഒരു മാറ്റത്തിലേക്ക് പിന്നീട് പുനത്തിൽ എത്തുന്നുണ്ട്, അവസാന കാലമാകുമ്പോഴേക്ക് എത്തുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ എന്നാലും അദ്ദേഹം അതെങ്ങനെയാണ് മനസ്സിലാക്കുക? അദ്ദേഹത്തിന് ഒരു ദൈവത്തെ വ്യക്തിപരമായി അദ്ദേഹത്തിന് ഒരു ദൈവവിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് നമ്മുടെ സാമ്പ്രദായികമായ രീതിയിലുള്ള ഒരു അനുഷ്ഠാനപരമായ ഒരു വിശ്വാസമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അദ്ദേഹം പ്രേതത്തിൽ വിശ്വസിച്ചിരുന്നു. ചില നമ്മൾക്ക് ഇപ്പോഴും അവിശ്വസനീയമായി തോന്നും പുനത്തിൽ പറയുന്ന, അദ്ദേഹം കണ്ടു എന്നുള്ള നിലയിലാണ് സംസാരിക്കുക. അത് സത്യത്തിൽ അദ്ദേഹം ഫിക്ഷനായിട്ടായിരിക്കും നമ്മളോട്, അത് ആ രീതിയിലായിരിക്കും നമ്മളത് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അദ്ദേഹം അത് അവതരിപ്പിക്കുമ്പോൾ ഞാനൊരു പ്രേതത്തെ കണ്ടു എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹം പറയുക. ഞാൻ വടകരയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ചേച്ചിയെ ഞാൻ കണ്ടു എന്നുള്ള നിലയിൽ അദ്ദേഹം അത് സത്യസന്ധമായിട്ടാണ് അവതരിപ്പിക്കുക. നമുക്കറിയാം അതൊരു ഫിക്ഷൻ, അദ്ദേഹം ഒരു കഥ ആണ് നമ്മളോട് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം അതൊരു കഥയായിട്ടല്ല, ഒരു നടന്ന സംഭവമായിട്ടാണ് നമ്മളോട് അവതരിപ്പിക്കുക. പുനത്തിലിൻ്റെ ഒരു വ്യക്തിപരമായിട്ട് ഈ കാസാബ്ലാങ്കയിൽ പുനത്തിൽ രാവിലെ പത്രം ഒരുപാട് പത്രങ്ങൾ വരും. അപ്പം പുനത്തിലിങ്ങനെ പത്രം വായിക്കുന്ന സമയത്ത് അതിൽ അദ്ദേഹം എപ്പോഴും വളരെ രസകരമായിട്ട് വായിക്കുന്നൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, വല്ലപ്പോഴും ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന വാർത്തകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷയിൽ മുസ്ലിം പെൺകുട്ടികൾ റാങ്ക് ജേതാക്കളായി കഴിഞ്ഞാൽ ഇതിലൊക്കെ ഭയങ്കര സന്തോഷിക്കുന്നൊരു പുനത്തിലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പുനത്തിൽ ആ വാർത്തകൾ ചിലപ്പോൾ മുറിച്ച് വെക്കും, അല്ലെങ്കിൽ അത് പറയും, ഇതാ കണ്ടോ ഒരു മുസ്ലിം പെൺകുട്ടി റാങ്ക് വാങ്ങി എന്ന നിലയിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അത് ഈ പർദ്ദയിടുന്ന സ്ത്രീകളെ കാണുമ്പോൾ അസ്വസ്ഥനാവും. ഒരിക്കൽ ഞാനിങ്ങനെ പുനത്തിലുമായിട്ട് കാറിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു കാസർഗോഡ് ഒരു പരിപാടിക്ക് പോവുകയായിരുന്നു. പെട്ടെന്നൊരു ട്രാഫിക്കിൽ പെട്ട് കാറ് കുറച്ച് നിർത്തിയപ്പം ഒരുപാട് സ്ത്രീകളിങ്ങനെ പർദ്ദയിട്ട് പോകുമ്പോൾ ഇദ്ദേഹം അസ്വസ്ഥനായി. എന്തിനാണ് ഈ ഒരു നല്ല വെയിലുള്ള ദിവസമായിരുന്നു, എന്തിനാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ ഇത്രയും വെയിലുള്ള ദിവസം പർദ്ദയിട്ട് നടക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പെട്ടെന്ന് അസ്വസ്ഥനാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അവരുടെ ഒരു വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ സാർ, ഇപ്പോൾ വസ്ത്രം ഇടുന്നത് പോലെ അവരുടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് അവരുടെ തിരഞ്ഞെടുപ്പാണോ എന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പുനത്തിൽ പറഞ്ഞത് പർദ്ദ എന്നുള്ളത് മലയാളി മുസ്ലിം സ്ത്രീകളുടെ ഒരു തിരഞ്ഞെടുപ്പാണോ എന്നുള്ള രീതിയിൽ അദ്ദേഹം കാറിൽ വെച്ച് സംസാരിക്കേണ്ടായി. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും അത് അവരുടെ ഒരു തിരഞ്ഞെടുപ്പായിരിക്കണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, അല്ല, എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെ പർദ്ദ ഇട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് മുസ്ലിം നവയാഥാസ്ഥിതികർ വന്നപ്പോഴാണ് ഈ പർദ്ദ ഇത്ര വ്യാപകമായത് എന്ന് പുനത്തിൽ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ യാഥാസ്ഥിതിക
മതത്തോട് എപ്പോഴും കലഹിച്ച ഒരാളായിരുന്നു. ഈ കലഹത്തിൻ്റെ ഒരു കാരണമായിട്ടുണ്ടായിരുന്നത് ഈ മതത്തിൻ്റെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളിലുള്ള പ്രശ്നങ്ങളിലായിരുന്നു ഇദ്ദേഹം അസ്വസ്ഥനായത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൗരോഹിത്യത്തെ ഒരു നിലക്കും അദ്ദേഹം ഒരു തരത്തിലും മാനസികമായിട്ട് അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ചില സൂഫികളെ പോലെയുള്ള മതത്തെക്കുറിച്ചിട്ടുള്ള കുറേ ധാരണകൾ അദ്ദേഹത്തിന് പുലർത്തിയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ഫിലോസഫി ഇഷ്ടമായതുകൊണ്ടാണ് ശരിക്കും അദ്ദേഹം എപ്പോഴും പറയും, ഒരു മുസ്ലിം MT വാസുദേവൻ നായർ മറ്റുള്ളവരെയും ഒക്കെ താരതമ്യപ്പെടുത്തിയിട്ട് പറയും, ഒരിക്കലും നമുക്ക് MT വാസുദേവൻ നായരെ ഒരു ഹിന്ദു എഴുത്തുകാരൻ എന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു മലയാളി എഴുത്തുകാരനായി ഹിന്ദുവായി ജനിച്ച ഹിന്ദു മതത്തിൽ ജനിച്ച ഒരു മലയാളി ആണ് MT വാസുദേവൻ നായർ. മുസ്ലിം മതത്തിൽ ജനിച്ച ഒരു മലയാളിയാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്വയം നിർവചിക്കാൻ ശ്രമിച്ചത് എന്താണ് എന്ന് പറഞ്ഞാൽ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു മലയാളി. ഒരാൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ഒരു മലയാളി ക്രിസ്ത്യാനിയായിട്ട് മാറുന്നു. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു മലയാളി മുസ്ലിമായിട്ട് മാറുന്നു. ഈ മലയാളി മുസ്ലിം എന്നുള്ള നിലയിൽ അദ്ദേഹം എപ്പോഴും സ്വയം വിലയിരുത്താൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ പറയായിരുന്നു, ഈ വടകരയിലെ മുസ്ലിം അല്ല കോഴിക്കോടെ മുസ്ലിം അല്ല കണ്ണൂരെ മുസ്ലിം. ഇതെല്ലാം തന്നെ ഓരോ പ്രദേശത്ത് മാറിക്കൊണ്ടിരിക്കുന്ന അതാത് നാട്ടിലുള്ള സ്വത്വത്തെയും അവിടെയുള്ള നാട്ടാചാരങ്ങളെയും നേർച്ചകളെയും ഉറൂസുകളെയും ഒക്കെ അതിലൂടെ രൂപപ്പെട്ട ഒരു ഐഡൻറ്റിറ്റിയാണ് മുസ്ലിങ്ങൾക്കുള്ളത്. അത് അദ്ദേഹം എപ്പോഴും ഊന്നിപ്പറയാൻ ശ്രമിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ശരിക്കും ഒരു ഹിന്ദു ആകാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. മറിച്ച് അദ്ദേഹം ഒരു മലയാളിയാകാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ഒരു മലയാളി മുസ്ലിം എന്നുള്ള നിലയിലാണ് അദ്ദേഹം എപ്പോഴും ഇതാക്കി. അതിൽ ഈ ഹിന്ദു ഫിലോസഫി അദ്ദേഹത്തെ ഒരുപാട് തരത്തിൽ അതിലുള്ള കഥകൾ, അതിലുള്ള ജീവിതത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ, മരിച്ചാൽ ആത്മാവ് എങ്ങോട്ട് പോകുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പുനത്തിലിൻ്റെ ജീവിതത്തിൽ നമ്മളെ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന കാലം, സ്ഥലം എന്നൊക്കെ നോക്കുമ്പോൾ പുനത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ കടന്നു പോയ ഒരാളാണ്. കുറേ കാലം അദ്ദേഹം മരുഭൂമിയിലായിരുന്നു. നമ്മളിപ്പോൾ പറയുന്നത് പോലെയുള്ള ഒരു പ്രവാസ ജീവിതം നയിച്ച, കുറച്ചു കാലമെങ്കിലും പ്രവാസ ജീവിതം നയിച്ച ഒരു പുനത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അലീഗഡിലുണ്ടായിരുന്നു. കുറേ കാലം അദ്ദേഹം വടകരയിൽ തന്നെയായിരുന്നു. കോഴിക്കോടുണ്ടായിരുന്നു. കോഴിക്കോടിലെ അദ്ദേഹം, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം എപ്പോഴും പറയുന്ന ഒരു ഫ്ലാറ്റുണ്ട് കാസാബ്ലാങ്കയിൽ. കാസാബ്ലാങ്ക എന്ന് പറയുന്ന ആ പുനത്തിലിൻ്റെ പിൽക്കാല ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിലെ കുറേ നിമിഷങ്ങൾ കടന്നുപോയ ഒരു ഫ്ലാറ്റാണ്. അവിടെ വെച്ചിട്ടാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള പല ഓർമ്മകളെയും, ഞാൻ ബദൽ ജീവിതം എഴുതാൻ വേണ്ടി പോകുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ ഒരു പാചകം ചെയ്യുന്നൊരു സ്ത്രീ വരും. അപ്പോൾ ഒരു ദിവസം അവരിങ്ങനെ മീൻകറി, അയില, നല്ല മുളകിട്ട അയിലക്കറിയും ചോറും വിളമ്പി. കുറേ നേരം പുനത്തിൽ ഈ അയിലയെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചിലപ്പോൾ ഞാൻ സാറെന്ന് വിളിക്കും, ചിലപ്പം കുഞ്ഞിക്കാന്ന് വിളിക്കും, കുഞ്ഞിക്ക് എന്താണ് കറി കൂട്ടാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അയില ആണാണോ പെണ്ണാണോ, എങ്ങനെയാണ് ഒരു മീനിൻ്റെ പുല്ലിംഗം മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൽ മുട്ടയുണ്ടോ എന്നങ്ങനെ ആ രീതിയിൽ ഇദ്ദേഹം ഇതാണാണോ പെണ്ണാണോ, എന്നിട്ട് ഈ സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോയി, ഇനി ഈ അയില ആണാണോ പെണ്ണാണോ? അപ്പോൾ ഇത് പുനത്തിൽ പിന്നെ അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടത്, ഇത് ഒരുപാട് വെന്തിട്ടുണ്ട്, ഒരുപാട് വെന്തത് കൊണ്ട് ഒരു പക്ഷേ ഇതൊരു പുരുഷനായിരിക്കാമെന്നാണ്. പഴയ പുനത്തിലാണെങ്കിൽ പറയുക ഇത് വെന്തത് കൊണ്ട് സ്ത്രീ ആയിരിക്കാമെന്നാണ്. പക്ഷേ ഏകാന്ത ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു പുനത്തിൽ ഈ വളരെ വെന്ത ഈ അയില, തിളച്ച ഈ അയില ഒരു പുരുഷനാണ് എന്നാണ് അദ്ദേഹം കണ്ടെത്തുന്ന ഒരു സംഭവം. അതുപോലെ ഇദ്ദേഹം എപ്പോഴും ഇരിക്കുന്നൊരു സ്ഥലമാണ് അളകാപുരി. അദ്ദേഹം എവിടെ പോകുമ്പോഴും അദ്ദേഹം അളകാപുരിയിൽ മനസ്സ് വെക്കുകയും ശരീരം കൊണ്ട് യാത്ര ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എപ്പോഴും അളകാപുരി എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലിൽ അതിൻ്റെ ഒരു സൗന്ദര്യത്തിലും അതിൻ്റെ ഒരു കൂട്ടായ്മകളിലും
വിശ്വസിച്ച ഒരു ആളാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അളകാപുരിയിൽ പുനത്തിലുമായിട്ട് നമ്മളിരിക്കുമ്പോൾ തൊട്ടടുത്ത കസേരയിൽ വന്നിട്ട് സുകുമാർ അഴീക്കോട് ഇരിക്കുന്നുണ്ട്. അപ്പം സുകുമാർ അഴീക്കോട് പുനത്തിലിനെ കാണുന്നുണ്ട്, പുനത്തിൽ സുകുമാർ അഴീക്കോടിനെയും കാണുന്നുണ്ട്. നമ്മൾ പ്രായം കൊണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള സുകുമാർ അഴീക്കോടിനെ പോയി സംസാരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പുനത്തിൽ അഴീക്കോട് മാഷോട് അങ്ങോട്ട് പോയി ഒന്നും പറയുന്നില്ല. അഴീക്കോട് മാഷ് എണീറ്റ് നിന്ന് ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ല. അവർ പരസ്പരം മുഖാമുഖം നോക്കി നിൽക്കുകയാണ് ചെയ്തത്. കുറേ കഴിയുമ്പം ഭക്ഷണം കഴിച്ച് വന്ന് പുനത്തിലിൻ്റെ തോളിൽ കൈയിടുന്ന ഒരു അഴീക്കോട് മാഷുണ്ട്. അപ്പോൾ പുനത്തിലിങ്ങനെ അഴീക്കോട് മാഷ് നോക്കി, മാഷേ എന്ന് പറഞ്ഞു. കുറച്ച് നേരം ഇത് വളരെ വികാരഭരിതമായിട്ട്, എന്തുകൊണ്ടാണ് പുനത്തിൽ സുകുമാർ അഴീക്കോടിനെ അങ്ങോട്ട് പോയി ഒരു ക്ഷേമം അന്വേഷിക്കാതിരുന്നത്? അഴീക്കോട് മാഷ് ഒരു പക്ഷേ പുനത്തിൽ തൻ്റെ അരികിലേക്ക് വന്ന് സുഖം, അല്ലെങ്കിൽ മാഷെ എവിടെയാണ് പരിപാടി, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷേ പുനത്തിൽ എണീറ്റ് പോകുന്നില്ല. അഴീക്കോട് മാഷാണ് പുനത്തിലിൻ്റെ അരികിൽ വരികയും തോളിൽ കൈയിട്ട് കുഞ്ഞബ്ദുള്ളേ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ മാഷേ എന്നുള്ള അതൊരു എൻ്റെ ജീവിതത്തിലെ മറക്കാത്തൊരു നിമിഷമാണ്. പിന്നീട് അഴീക്കോട് മാഷ് രോഗബാധിതനായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പുനത്തിലിനോടൊപ്പം ഞാനാണ് ഒന്നിച്ചു പോകുന്നത്. അപ്പം പുനത്തിലിങ്ങനെ ആ ഒരു വാർഡിലേക്ക് കയറുമ്പോൾ സുകുമാർ അഴീക്കോട് മാഷ് ചിരിച്ചുകൊണ്ട്, നിത്യഹരിത അബ്ദുള്ള, നീ വന്നത് എത്ര സന്തോഷമായിന്ന് പറയുന്നുണ്ട്. അന്നും പുനത്തിൽ കുറേ നേരം അഴീക്കോട് മാഷയുടെ തല ഇങ്ങനെ തലോടുകയും കൂടുതലൊന്നും സംസാരിക്കാതെ തിരിച്ചു വരികയുമാണ് ചെയ്തത്. അന്ന് എനിക്ക് ആ ഒരു വാക്ക് മനസ്സിലുണ്ട്. അദ്ദേഹം വളരെ ക്ഷീണിതനാണ് അഴീക്കോട് മാഷ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു നിത്യഹരിത അബ്ദുള്ള എന്നുള്ളത്. പുനത്തിലെ കാറിൽ വെച്ച് തിരിച്ചു വരുമ്പോൾ മുഴുവൻ ആ ഒരു വാക്കിലാണ്. അദ്ദേഹം ഒരു വലിയൊരു പുരസ്കാരം കിട്ടിയതുപോലെ, കണ്ടില്ലേ മാഷ് പറയുന്നത്, നീ കേട്ടില്ലേ, നിത്യഹരിത അബ്ദുള്ള, നിത്യഹരിത അബ്ദുള്ള എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പലപ്പോഴും പുനത്തിൽ ജീവിതത്തിലായാലും എഴുത്തിലായാലും ഒരു നിത്യയൗവനം, നമ്മൾ പ്രേം നസീറിനെ പോലെയൊക്കെ, പ്രേം നസീറിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് പോലെ ഒരു നിത്യഹരിത നായകനായി സാഹിത്യ ലോകത്ത് നിലനിന്ന ഒരു മനുഷ്യനാണ് പുനത്തിൽ. നമുക്ക് നിത്യഹരിത സങ്കല്പം നമുക്ക് കൊണ്ടു നടക്കാൻ, അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാൻ എളുപ്പമാണ്. പക്ഷേ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് എപ്പോഴും നിത്യഹരിതമായി നിലനിൽക്കുക, അദ്ദേഹത്തിൻ്റെ യൗവനം വാർദ്ധക്യത്തിൽ എങ്ങനെയാണ് നിലനിർത്തുക എന്നുള്ളത് പുനത്തിലിനോട് പലപ്പോഴായി ഞാൻ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വസ്ത്രസങ്കല്പത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ ചിട്ടയിൽ, അദ്ദേഹത്തിൻ്റെ വൃത്തിയിലൊക്കെ തന്നെ. അദ്ദേഹം ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയായിരിക്കും ആ ഹോട്ടലിലെ ഏറ്റവും നല്ല മുറി. ആ രീതിയിൽ അദ്ദേഹം എല്ലാം ചിട്ടയായി വെക്കും. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങൾ, ഇതിലെല്ലാം തന്നെ അദ്ദേഹം ഏറ്റവും പുതിയ ഒരു മനുഷ്യനായി അന്നത്തെ ഫാഷനുകളെ മനസ്സിലാക്കുകയും അന്നത്തെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കൽ പുനത്തിലെൻ്റെ വീട്ടിൽ വന്നപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചൊരു ഇടവഴിയിലൂടെ നടന്നു പോകുമ്പം ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എപ്പോഴും സംസാരം ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു, കുഞ്ഞിക്കെ പോലെയുള്ളൊരു ചെറുപ്പക്കാരനാവുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ ദിവസവും ചെറുപ്പക്കാരനാവുക എന്നുള്ളതല്ല ഒരാളുടെ കാഴ്ചപ്പാട് ആയിട്ടുണ്ടാകേണ്ടത്. അദ്ദേഹം എന്നിട്ട് പറയുന്നുണ്ട്, വാർദ്ധക്യമെന്ന് പറയുന്ന സിംഹം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് ഏതൊരു വേദത്തിൽ പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഫിലോസഫി നന്നായിട്ട് അറിയുന്ന ഒരാൾ, നല്ല വായനക്കാരാണ് പുനത്തിൽ. ഒരുപാട് വായിച്ച് ആ വായനയും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വാർദ്ധക്യത്തെ അഭിമുഖീകരിക്കുക, വാർദ്ധക്യത്തെ മനസ്സിലാക്കുക എന്നുള്ളിടത്താണ് ഒരാൾ വാർദ്ധക്യത്തിലും വൃദ്ധനാകുമ്പോഴും ചെറുപ്പമായിട്ട് നിലനിൽക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നീട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള വൃദ്ധനായി, നമുക്ക് പുനത്തിൽ കുഞ്ഞബ്ദുള്ള വൃദ്ധനാവുന്നൊരു പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ എനിക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. തല നരച്ച ഒരു കുഞ്ഞബ്ദുള്ളയെ. പക്ഷെ അദ്ദേഹം പിന്നീട് തല നരച്ച് അങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോകൾ ഉണ്ട്. പഴയ
സൗന്ദര്യമൊക്കെ മാറ്റി നിർത്തി ഒരു തലനരച്ച പുനത്തിൽ തന്നെ മുന്നിൽ വെക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെ ജീവിതത്തെ വളരെ സ്വന്തം നിലയിലുള്ള ഒരു അവസ്ഥയിലൂടെ, സ്വന്തം നിലയിലുള്ള ചില ഉത്തരങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കുടുംബത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് നെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പം ഒരിക്കൽ അദ്ദേഹത്തോട് ഞാൻ പറയുന്നുണ്ട്, കുഞ്ഞിക്ക് എന്താണ് കൂട്ടുകാരൊന്നുമായിട്ട് ബന്ധപ്പെടാത്തത്, എന്താണ് കുടുംബത്തിൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് പേരക്കിടാങ്ങൾ വളരുന്നുണ്ട്, അപ്പോൾ അവരുടെ ഉപ്പാപ്പയുടെ സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ തിരിച്ചുപോക്കുകൾ, എല്ലാ മടക്കയാത്രകളും കുടുംബത്തിലേക്കാണ് എന്ന് പറയുന്ന ഒരു പുനത്തിലിനെയാണ് അവസാനം ഞാൻ കാണുന്നത്. അദ്ദേഹം തൻ്റെ പേരക്കിടാങ്ങൾക്ക്, തൻ്റെ മക്കൾക്ക് താൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് തിരിച്ചറിയുന്ന ഒരു പുനത്തിലിനെയാണ് ഞാൻ പിന്നീട് വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു കുടുംബനാഥനായി, ഒരു ഒരു ഉപ്പാപ്പയായി, ആ രീതിയിലേക്ക് സ്വയം ഒതുങ്ങിയ ഒരു പുനത്തിലിനെയാണ് പിന്നെ എൻ്റെ വ്യക്തിപരമായ ഒരു മനസ്സിലാക്കലിൽ എനിക്ക് അതൊരു പുനത്തിലിനെ കൂട്ടുകാരിൽ നിന്ന് കുടുംബം അടർത്തിയെടുത്ത് അങ്ങനെയുള്ള ഒരുപാട് വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുനത്തിൽ തന്നെ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് അതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ സ്വസ്ഥത പുനത്തിൽ പിന്നെ ആഗ്രഹിച്ചിരുന്നു എന്നാണ് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത്. ജീവിതം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് പുനത്തിലിനോട്, അല്ലെങ്കിൽ പുനത്തിലിനെ പോലെയുള്ള ഒരാളോട് ജീവിതം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജീവിതം നമ്മെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ള ഉത്തരമായിരിക്കും കിട്ടാൻ സാധ്യത. ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും സ്കൂളിലെ കുട്ടികളോട് ചോദിക്കുന്നത് പോലെ ജീവിതം നിങ്ങളെ എന്ത് പഠിപ്പിച്ചു എന്ന് പുനത്തിലിനെ പോലെയുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാളോടും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമുണ്ട്, ജീവിതം നിങ്ങളെ എന്ത് പഠിപ്പിച്ചു? സത്യത്തിൽ ജീവിതം നമ്മളെ ഒന്നും പഠിപ്പിക്കുന്നില്ല. ജീവിതം നമ്മളെ തന്നെ മനസ്സിലാക്കാൻ, ജീവിതത്തെ മനസ്സിലാക്കാൻ, സഹജീവിയെ മനസ്സിലാക്കാൻ, സ്നേഹിതയെ മനസ്സിലാക്കാൻ, ഭാര്യയെ മനസ്സിലാക്കാൻ നമ്മൾ നടത്തുന്ന ശ്രമത്തിൻ്റെ പേരാണ് ജീവിതം. അത് ഒന്നും പഠിപ്പിക്കുന്നില്ല, ഒന്നും നമ്മിൽ അടിച്ചേൽപ്പിക്കുന്നുമില്ല. മറിച്ച് നമ്മൾ അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട്, ജീവിതത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ജീവിതത്തെ മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ ബദൽ ജീവിതം എഴുതിയ ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം. ജീവിതത്തിൻ്റെ തോളിൽ കൈയിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, നമ്മൾ അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വം, നമ്മൾ അനുഭവിക്കുന്ന മറ്റുള്ളവരിൽ നിന്നൊന്നുമില്ല ഒരു നോട്ടം പോലും, ഒരു നോട്ടം കൊണ്ടുപോലും നമ്മൾ അസ്വസ്ഥപ്പെടാതെ എവിടെയാണോ നിൽക്കുന്നത് ആ നിർഭയമായി നിൽക്കുന്ന ആ ഇടത്താണ് നമ്മൾ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് മാറുന്നത്.